സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമ്മൾ ഹജ്ജിൻ്റെ ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഓർമ്മകളിലെല്ലാം നമ്മളോടൊപ്പമുള്ള ആളുകളുടെ കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്യുകയും സഅയ് നടത്തുകയും പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പലരോടും വസിയത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർ പലരും നമ്മോടും വസിയത്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. അതുകൊണ്ട് നമ്മിൽ നിന്ന് ഹജ്ജിനും പോയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ഹജ്ജ് നിർവഹിച്ച് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് സന്തോഷത്തോടു കൂടി മടങ്ങിയെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്ന നമ്മിൽ പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും ആ കഅബാലയത്തിലെത്തി ആ കഅബയ്ക്ക് ചുറ്റുമൊന്ന് തവാഫ് ചെയ്യാനും ആ സഅയിൽ ഒന്ന് പങ്കെടുക്കാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകുകയും അവരെയും നമ്മളെയും അല്ലാഹു അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളുടെ മക്കളെ കുറിച്ചാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളോട് ബാധ്യതയുള്ളതുപോലെ നമുക്ക് നമ്മുടെ മക്കളോടും ബാധ്യതകളുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 2 കൈകൾ തന്നു, 2 കണ്ണുകൾ തന്നു, 2 കാലുകൾ തന്നു. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അല്ലാഹു ജോഡികളായിട്ടാണ് നിർവഹിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ജോഡികളായിട്ടാണ് എന്നാണ്. ആ ജോഡിയിൽ ഒന്ന് ഇല്ലാതാവുകയോ അതിലേതെങ്കിലും ഒന്നിന് തകരാറ് സംഭവിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് വൈകല്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു സ്വയം പ്രശംസിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ് എന്ന് സ്വയം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ്. അവനാണ് എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചത്. ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാത്തിനെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. വമിമ്മാ തുൻബിതുൽ അർദ്, ഈ ഭൂമിയിൽ നിന്നും മുളച്ചുണ്ടാകുന്നതെല്ലാം ഇരട്ടകളാണ്. ആ ഭൂമിയിൽ വസിക്കുന്നതെല്ലാം ഇരട്ടകളാണ്. ഇത് നിങ്ങൾക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിമ്മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ അതും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ട് തന്നെയാണ്. പ്രകൃതിയിൽ 2 എണ്ണമില്ലാത്ത ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ 1 or 2 അപ്പോൾ നമ്മളുടെ 2 കൈകളിൽ ഒരു കൈക്ക് എന്തെങ്കിലും ഒരു ചെറിയ തകരാറുണ്ടായാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകും. നമുക്ക് 2 കണ്ണ് അല്ലാഹു തന്നു, അതിലൊരു കണ്ണിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ, ഒരു കോങ്കണ്ണ് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം തരത്തിൽ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കും. അതുപോലെ അല്ലാഹു നമുക്ക് 2 മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ 2 മക്കളെയും അതിലേതെങ്കിലും ഒരു മക്കൾക്ക് ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ പ്രയാസങ്ങളെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു സഹാബി തൻ്റെ മകൾക്ക് ഒരു സംഭാവന കൊടുത്തു. ഭാര്യ അത് കണ്ടപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു, സമ്മതിക്കൂല എന്ന് പറഞ്ഞു. മകൾക്ക് കൊടുത്ത സമ്മാനം അത് ശരിയല്ല, കൊടുക്കാൻ പറ്റൂല എന്ന് ഭാര്യ വാശി പിടിച്ചപ്പോൾ പിറ്റേന്ന് ഭാര്യ നബിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് എൻ്റെ ഒരു കുട്ടിക്ക് ഇന്നതുപോലെ ഒരു സംഭാവന നൽകി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ നിന്റെ ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം അത് കൊടുത്തോ എന്ന് ചോദിച്ചു.
ഇല്ല, ഞാൻ ആ ഒരു കുട്ടിക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് ഇത്തഖുല്ലാഹ് ഫഅദിലു ബൈന അബ്നായിക്കും. നീ അള്ളാഹിനെ സൂക്ഷിക്കണം, നിന്റെ മക്കളുടെ ഇടയിൽ നീതി പാലിക്കുകയും വേണം എന്ന്. അത്ര ശക്തമായ ഒരു താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് കൊടുത്തത്. അള്ളാഹിനെ സൂക്ഷിക്കുക, അവിടെ മക്കളുടെ ഇടയിൽ സമത്വം പാലിക്കുക എന്നുള്ളത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് ആ കുട്ടിയുടെ ആ പിതാവിൻ്റെ അടുക്കൽ ചെന്നു. പിതാവ് ആ കുട്ടിയുടെ തലയിലൊക്കെ ഒന്ന് തടകിയിട്ട് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു തുടയിലിരുത്തി, കാലിലിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു കുട്ടി ഓടി വന്നു, ഒരു പെൺകുട്ടി ഓടി വന്നപ്പോൾ ആ കുട്ടിയും ആ പിതാവിൻ്റെ അടുക്കിലേക്ക് തന്നെയാണ് ചെന്നത്. പക്ഷെ ആ കുട്ടിയുടെ തലയിലൊക്കെ തടകി ലാളനയൊക്കെ നടത്തിയിട്ട് ആ മനുഷ്യൻ ആ കുട്ടിയെ താഴെ ഇരിക്കാൻ പറഞ്ഞു. ആദ്യം വന്ന കുട്ടിയെ മടിയിലിരുത്തുകയും രണ്ടാമത്തെ കുട്ടിയോട് താഴെ ഇരിക്കാൻ പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിനിടയിൽ തന്നെ, ക്ലാസ് എടുക്കുന്നതിനിടയിൽ തന്നെ, നിനക്ക് ഒരു തുട കൂടി ബാക്കിയില്ല എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാ രണ്ടാമത്തെ കുട്ടിയെ നിന്റെ മറുതുടയിൽ ഇരുത്തിക്കൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും അത് കേട്ട ആ സഹാബി ആ കുട്ടിയെ തന്റെ മറുതുടയിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു. ഇത് നമ്മളൊക്കെ നിസാരമായി കാണുന്ന നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത് ഇസ്ലാമിക വിഷയങ്ങളിൽ മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങൾ ഇല്ലാത്ത ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും ഇന്ന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതവും ദുഃഖവും പ്രയാസവും മക്കളാണ് എന്നൊരവസ്ഥയിലേക്ക് പല കുടുംബങ്ങളും മാറിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച് കുറ്റം പറയുമ്പോഴും ആരെ കണ്ടാലും പരാതി പറയുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ 2, 3, 4 മക്കളുണ്ടെങ്കിൽ ആ മക്കളെല്ലാം ഒരുപോലെ കാണാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മക്കളുടെ ഇടയിൽ അവരുടെ മനസ്സിൽ തട്ടുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, പക്ഷെ ആ കുട്ടി ശ്രദ്ധിക്കുന്നു. നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും സംഭവിക്കാറുള്ളത് ആദ്യത്തെ കുട്ടി, ആ കുട്ടിയെ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ലാളനയോടെയും കൂടി വളർത്തുകയും രണ്ടാമതൊരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കുട്ടിയെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. അവഗണിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല, കൂടുതൽ ശ്രദ്ധ നമ്മുടെ രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൊച്ചുകുട്ടിയെ ശ്രദ്ധിക്കുന്നതിനിടയിൽ പലപ്പോഴും നമുക്ക് വലിയ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അത് കുറച്ചുകൂടി അടുത്തടുത്തുള്ള കുട്ടികളാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നമായി തീരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കാലദൈർഘ്യം കുറവുള്ള ഒരു കുട്ടി ജനിച്ച് 1 വയസ്സോ അല്ല 1.5 വയസ്സോ കഴിയുമ്പോഴേക്കും അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മൂത്ത കുട്ടിയെയാണ്. ഇതൊക്കെ കൊണ്ടാണ് പണ്ട് കാലഘട്ടങ്ങളിലെ നമ്മുടെ ആളുകളൊക്കെ പലതരത്തിലുള്ള ആസൂത്രണങ്ങളൊക്കെ വേണമെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട സംഗതിയാണ്. കാരണം ഒരു കുട്ടിക്ക് 2 വർഷം മുല കൊടുക്കാൻ ഇസ്ലാം പ്രത്യേകമായി കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ 2 വർഷം ഈ കുട്ടിക്ക് മുല കൊടുക്കാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട്. അതിനുള്ള സാഹചര്യവും സന്ദർഭവും നമ്മൾ കണ്ടെത്തണം, ഒരുക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇതെല്ലാം അള്ളാഹ് തന്നതാണ് എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം മുമ്പ് നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കും, ഓരോരുത്തർക്കും ഓരോന്നരായ അർഹതകളുണ്ട്. അപ്പൊ ആദ്യത്തെ കുട്ടിയെ നമ്മൾ സ്വാഭാവികമായും അവഗണിക്കുമ്പോൾ അതൊരു പക്ഷേ ചെറിയ കുട്ടി കരയുമ്പോൾ മറ്റേ കുട്ടി മടിയിലിരിക്കുകയാണെങ്കിൽ ആ കുട്ടി എടുത്ത് താഴോട്ടിട്ടിട്ടായിരിക്കും നമ്മൾ ചെറിയ കുട്ടി എടുക്കാൻ പോകുന്നത്. ഉമ്മാനെ കുറ്റം പറയാൻ പറ്റൂല. കാരണം ആ കുട്ടി തൊട്ടിയിൽ കിടന്ന് കരയുമ്പോൾ നമുക്ക് ചെറിയ കുട്ടിയോടാണ് താല്പര്യമെങ്കിലും ആ കുട്ടി താഴെ വീണ് പോകുമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഈ കുട്ടിയെ താഴെ ഇറക്കി ഇരുത്തിയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. പക്ഷേ ആ താഴേക്ക് ഇരിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടാകുന്ന വിഷമം, എൻ്റെ ഉമ്മയ്ക്ക് ഇപ്പൊ എന്നോട് സ്നേഹമില്ല, പുതിയ കുട്ടിയോടാണ് സ്നേഹം എന്ന തോന്നലിൽ ആ കുട്ടിക്കുണ്ടാകാവുന്ന വിഷമം, അത് വളർന്ന് വളർന്ന് വളർന്നു വരികയാണെങ്കിൽ അത് രണ്ടാമത്തെ കുട്ടിയോടുള്ള വൈരാഗ്യത്തിന് കാരണമായി തീരും.
ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ കുട്ടിയോട് സ്വാഭാവികമായും ആദ്യത്തെ കുട്ടിക്ക് ദേഷ്യം വരികയും കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുകയും നമ്മൾ കാണാതിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക, തെറ്റ് ആദ്യത്തെ കുട്ടിയുടേതല്ല, നമ്മുടേതാണ് കുറ്റം എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ അവനെയും നമ്മൾ ആ സന്ദർഭത്തിൽ പരമാവധി പരിഗണിക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടിയെ കളിപ്പിക്കുമ്പോഴും അവനോടൊപ്പം ഇരിക്കുമ്പോഴും ആ മുതിർന്ന കുട്ടിയെ കൂടി നമ്മോടൊപ്പം ഇരുത്തുക എന്നുള്ളതാണ്. നമ്മൾ കളിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കുട്ടിക്ക് നമ്മുടെ കൊച്ചുകുട്ടിയെ കളിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ കെയറോടുകൂടി അവരെ ശുശ്രൂഷിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അവൻ എന്തെങ്കിലും ഒന്ന് എടുക്കുമ്പോൾ ആ കുട്ടിയെ ശാസിക്കുകയാണെങ്കിലോ, ചെറിയ കുട്ടിയെ തൊടുമ്പോൾ, അവനെ കിടത്തുമ്പോൾ, അവനെ ഉറക്കമുണർത്തുമ്പോൾ ഉറങ്ങട്ടെ തൊടല്ലേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടി അല്ലെങ്കിൽ മുതിർന്ന കുട്ടിയുടെ മനസ്സിലുണ്ടാകാവുന്ന ആ വിഷമം അത് ശത്രുതയായി മാറും. ഇത് സ്വാഭാവികമാണ്. ഇത് ചെറിയ കഥയല്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്ക് മക്കളോട് വിവേചനം ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റൂല. അവിടെ നമുക്ക് ചിന്തിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനും ബിന്യാമീനും ഒരു ഭാര്യയുടെ മക്കളാണെങ്കിൽ ബാക്കിയുള്ള 9 മക്കളും വേറൊരു ഭാര്യയുടെ മക്കളാണ്. സ്വാഭാവികമായും മക്കളുടെ ഇടയിൽ ചിന്തയ്ക്ക് ശക്തി കൂട്ടാൻ ആ ഒരു കാരണം തന്നെ മതി. വേണമെങ്കിൽ ഭാര്യമാർ തമ്മിലുള്ള അസൂയയും കുശുമ്പും കൂടി ആകുമ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ മക്കൾ പറയുന്ന വാക്ക് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സൂറത്ത് യൂസുഫിലെ 8-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ഇത് ഖാലൂല യൂസുഫ് വ അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്ത്. ആ ഒറ്റ വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താ അതിന്റെ അർത്ഥം? ആ മക്കളെല്ലാം കൂടെ കൂടിയിരുന്ന് പറയാണ്, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മുതിർന്ന മക്കൾ എല്ലാവരും കൂടിയിരുന്ന് പറയുന്നത്, അഹബ്ബു ഇലാ അബീന, ആര്? യൂസുഫ് വ അഖൂഹു, യൂസുഫും അവന്റെ സഹോദരൻ ബിന്യാമീനുമാണ് അഹബ്ബ ഇലാ അബീന മിന്ന, നമ്മളെക്കാൾ നമ്മുടെ വാപ്പയ്ക്ക് ഇഷ്ടം. മാത്രമല്ല വനഹ്നു ഉസ്ബത്തുൻ, നമ്മളാണ് മുതിർന്നവർ, നമ്മളൊരു ശക്തിയാണ്, നമ്മളൊരു കൂട്ടം ആൾക്കാരുണ്ട്, 9 ആൾക്കാരുണ്ട്. എന്നിട്ട് നമ്മളെ ഒന്നും വാപ്പയ്ക്ക് വേണ്ട, വാപ്പയ്ക്ക് ഇപ്പൊ ഇന്നലെ വന്ന ആ ചെറിയ കുട്ടികൾ മതി. ഇവിടെ വാപ്പയെ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, യൂസുഫും ബിന്യാമീനും വരുന്നതിന് മുമ്പ് വാപ്പയോടൊപ്പം നടന്ന മക്കൾ തന്നെയാണ്. ഇനി ഇവരെന്തിനാ തർക്കം ഉണ്ടാക്കുന്നത്? ആ വാക്ക് മാത്രം ഉദ്ദേശിക്കുക, അഹബ്ബ ഇലാ അബീന മിന്ന, വാപ്പ ഇപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, വാപ്പ ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്നല്ല, വാപ്പ നമ്മളെ നോക്കുന്നില്ല എന്നല്ല, വാപ്പ ഞങ്ങൾക്ക് തന്നോണ്ടിരുന്നതിൽ കുറവൊന്നുമില്ല, ഇതൊന്നും അവരുടെ മനസ്സിലില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് ഈ കഥ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ ഒറ്റ വാക്കാണ്. എന്താണ്? അഹബ്ബ ഇലാ അബീന മിന്ന, നമ്മളെക്കാൾ ഇപ്പോ വാപ്പയ്ക്കിഷ്ടം യൂസുഫിനോടും ബിന്യാമീനോടുമാണ്. ഇത് നമ്മുടെ മുതിർന്ന കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന യൂസുഫ് നബിയെയും അവിടെ നമ്മൾ നോക്കുക. എന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ, ഉഖ്തുലു യൂസുഫ വ ഇത്റാഹു അർളൻ യഖ്ലു ലക്കും വജ്ഹ അബീക്കും, യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ കൊല്ലുക, അല്ലെ ഇത്റാഹു ഉഖ്തുലു യൂസുഫ, യൂസുഫിനെ കൊല്ലുക. കാരണം ഇപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം യൂസുഫിനോടാണ്. അതുകൊണ്ട് തൽക്കാലം യൂസുഫിനെ കൊല്ലുക, അല്ലെങ്കിൽ ഇത്റാഹു ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുപോയി ഒഴിവാക്കുക. യൂസുഫിനെ യാക്കൂബ് അലൈഹി ഇസ്ലാമിക്ക് കണ്ടെത്താൻ പറ്റാത്ത ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി കളയാം. എന്നാൽ ഉണ്ടാകാവുന്ന നേട്ടം യഖ്ലു ലക്കും വജ്ഹ അബീക്കും, വാപ്പാന്റെ മുഖം നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടും. വാപ്പാടെ ശ്രദ്ധ, അതാണ് വജ്ഹ് എന്ന് പറഞ്ഞു. വാപ്പാടെ മുഖം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ വാപ്പാടെ ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ വാപ്പാടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാ? അവരുടെ കാര്യത്തിലാണ്. ഇപ്പൊ വാപ്പാടെ ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇളയ മോനെ കൊല്ലണം. ഇതാണ് സഹോദരന്മാരെല്ലാം കൂടെ കൂടി ഇരുന്ന് ചിന്തിക്കുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ കൂട്ടത്തിൽ ഇരുന്ന ഒരു സഹോദരൻ പറയാണ്, ലാ തഖ്തുലു യൂസുഫ, യൂസുഫിനെ കൊല്ലണ്ട.
അപ്പൊ അവരുടെ മനസ്സിൽ അനുജനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയോട് സഹോദരന്മാർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, വാപ്പാടെ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. ഇളയ കുട്ടിയോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ട് ആണ് അവനെ കൊല്ലാൻ നോക്കുന്നതല്ല. ഞങ്ങൾക്ക് അവനോട് സ്നേഹമുണ്ട്, അവൻ ഞങ്ങളുടെ സഹോദരനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ വാപ്പാടെ മുഖം ഞങ്ങൾക്കൊന്ന് കിട്ടണമല്ലോ വല്ലപ്പോഴെങ്കിലും, വാപ്പാടെ ശ്രദ്ധ ഞങ്ങൾക്ക് കൂടെ കിട്ടണ്ടേ? അതിന് വഴി അതിന് യൂസുഫിനെ കൊല്ലണം. അപ്പൊ യൂസുഫിനെ സ്നേഹിക്കുന്ന സഹോദരന്മാരിൽ ഒരാൾ പറയാണ്, ലാ തഖ്തുലു യൂസുഫ്, യൂസുഫിനെ കൊല്ലണ്ട, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തൽക്കാലം ഏതെങ്കിലും കിണറ്റിക്കൊണ്ടിടാം, വൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്. അപ്പൊ അങ്ങനെയാണ് അവരെല്ലാരും കൂടെ തീരുമാനിച്ചിട്ട് യൂസുഫിനെ കിണറ്റിലിടുന്നത്. നമ്മളത് ചിന്തിച്ചതൊക്കെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? പിന്നെ അതിന്റെ ചരിത്രം വളരെ സുദീർഘം, ഒരു സൂറത്ത് മുഴുവൻ യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ സഹോദരന്മാരുടെ ചരിത്രമാണ്. എന്തിനാ പഠിച്ചത് ഇത്ര വിശാലമായിട്ട് ഈ ഒരു സംഭവം നമുക്ക് വിശദീകരിച്ചിരുന്ന ഒരു കുടുംബ വിഷയം, ഒരു കുടുംബ കഥ, അത് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്തിനാണത് ഇത്രയും ശക്തമായിട്ടൊരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്? അപ്പോൾ ഒരു കുടുംബത്തില് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്നേഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ സാധാരണ വിവാഹത്തുബയിലൊക്കെ പോകുന്ന ഒരായത്തുണ്ട്, അമിനായാതിയൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും വഅസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തന്നെ ഞാൻ ഇണകളെ സൃഷ്ടിച്ചു തന്നു. എന്തിനാ? ലിതസ്കുനൂ ഇലൈഹ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ഉള്ള സമാധാനം കൂടി പോകുന്ന ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല, ലിതസ്കുനൂ ഇലൈഹ, അവളുടെ അടുക്ക ചെല്ലുമ്പോൾ സമാധാനം കിട്ടുക, അതിനുവേണ്ടിയാണ് നിനക്ക് രണയെ ഞാൻ സൃഷ്ടിച്ചു തന്നത്. ഇത്ര കൃത്യമായിട്ട് ഖുർആന്റെ വിശദീകരണം. നമ്മളതിന് അർത്ഥം പറഞ്ഞ് കുളവാക്കിയതാണ്. അതിന്റെ അർത്ഥം ഇതല്ല, തസ്കുനു ഇലൈഹ, അവളുടെ അടുക്ക ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. അങ്ങനെയുള്ള ഭാര്യമാരുടെ അടുക്കിലേക്ക് ചെല്ലാനാ പറഞ്ഞ്. അങ്ങനെയുള്ള ഇണകളാണ്, അതാണ് അള്ളാന്റെ ദൃഷ്ടാന്തം. അത് തിരിച്ചുണ്ടാവണം. ഇവിടെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ തിരിച്ചുകൊണ്ടാവണം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ ഒരു സമാധാനം കിട്ടണം. ഇനി കുടുംബത്തിലെ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും ഇടയിൽ ഞാൻ സ്നേഹം മാത്രമല്ല കാരുണ്യവും ഉണ്ടാക്കി. ഇപ്പൊ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട രണ്ട് സംഗതി, ഒന്ന് കരുണയാണ്, അനുകമ്പയാണ്, മറ്റൊന്ന് സ്നേഹമാണ്. ഇത് മൂന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കിട്ടുള്ളൂ. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലില്ലാതെ കൊടുക്കാൻ കഴിയണം. ഒന്നിലധികം ഭാര്യമാരുള്ളവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതും നിങ്ങൾക്ക് ഒരിക്കലും അവരോട് നീതി പുലർത്താൻ പറ്റൂല എന്നാണ്. വലൗ ഹറസ്തു, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് അവരുടെ ഇടയിൽ നീതി പുലർത്താൻ പറ്റൂല. എന്നാലും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. പറ്റൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നാലും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം. ഇവിടെ നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ, ആ രണ്ട് മക്കളും സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് യൂണിഫോം എടുക്കുമ്പോൾ നമ്മൾ ഒരുപോലെയുള്ളത് എടുക്കണം. കുട വാങ്ങുമ്പോൾ ഒരേ സൈസ് കുട വാങ്ങാൻ ശ്രമിക്കുക. ഡ്രസ്സ് വാങ്ങുമ്പോഴും ഒരേ സൈസ് ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കുക. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ കുടുംബത്തിലുണ്ട്. അവര് ഒരു കല്യാണ വീട്ടിൽ വന്നാൽ ഇവരെല്ലാം ഒറ്റ വീട്ടിലാണെന്ന് അവരുടെ ഡ്രസ്സ് കണ്ടാ അറിയാം. എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഒരേ സൈസ് ഡ്രസ്സ് അവരെല്ലാവരും എങ്ങനെയോ സംഘടിപ്പിച്ചു വരും. അതെങ്ങനെയാണെന്ന് അറിയില്ല. അവർ 4 പേര് 5 പേരുണ്ട്. 5 പേര് ഒരിടത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ 5 പേരും ഒരു വീട്ടിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരെവിടെ പോയാലും അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ ഐക്യം നിലനിൽക്കാൻ ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു സംഗതിയാണ്. പക്ഷെ പലപ്പോഴും ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല. പക്ഷെ പരമാവധി അങ്ങനെ ആവാൻ ശ്രമിക്കണം. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള വീടുകളിൽ പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ പോലും മോൻ പോയി പഠിച്ചിട്ട് വാ, അല്ലെങ്കിൽ മോന് വേണ്ടി നല്ല കോഴ്സുകൾ തിരഞ്ഞ് അതിന് പൈസ എത്ര ചെലവാക്കാനും നമുക്ക് മടിയൊന്നുമില്ല. പക്ഷെ മോണ കാര്യം വരുമ്പോൾ പെൺപിള്ളാരെ ഇപ്പൊ അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പെൺപിള്ളാരെ ഇപ്പൊ കല്യാണം കഴിച്ച് വിടാനുള്ളല്ലോ, അവരെ ഇപ്പൊ അങ്ങനെ അത്രയും പൈസയൊക്കെ ചെലവാക്കി പഠിപ്പിക്കണോ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഇന്നും ഉണ്ട്. എന്ന് മാത്രമല്ല, അയൽക്കാരുടെ വീട്ടിൽ നിന്നാണ് പെൺപിള്ളാർ പഠിക്കാൻ പോവുകയാണെങ്കിലോ എന്തിനപ്പോ ഇതിനു വേണ്ടി പൈസ ചെലവാക്കുന്ന ചോദിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ പോകുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല, ആൺകുട്ടിയെ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഇനി അങ്ങോട്ടുള്ള കാലം നേരെ തിരിച്ചുകൂടിയാണ്. പെൺകുട്ടികൾക്ക് അവരുടെ സ്വന്തം ജീവിതം നിശ്ചയിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം നമ്മുടെ
ആധുനിക കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും ഒന്നിനും ഒരു പ്രാധാന്യവും ഇല്ല. എല്ലാവരുടെയും അളവുകോലുകൾ വ്യത്യസ്തങ്ങളാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം പ്രത്യേകിച്ചും അണുകുടുംബങ്ങളാകുമ്പോൾ ആ അണുകുടുംബങ്ങളുടെ തകരാറുകൾ ഒരുപാട്. അതിനേക്കാൾ ഉപരി ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ രീതിയും നമ്മുടെ കുട്ടികൾ പുറത്തോട്ട് ഇറങ്ങിയാൽ കിട്ടുന്നതും നമ്മൾ കാണുന്ന മാധ്യമങ്ങളും അതുപോലെ മീഡിയകളും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളും ഒക്കെ നമ്മളെ നയിക്കുന്നത് വേറെ ഏതോ ഒരു ലോകത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി നിലനിൽക്കാനുള്ള അവസരങ്ങൾ, ജീവിക്കാനുള്ള വേദികൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ബാധ്യത. ആൺകുട്ടികൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും, പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കി കൊടുക്കേണ്ട ബാധ്യതയാണ് ഇന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പണ്ടൊക്കെ സ്ത്രീധനം അത് ഹറാമോ ഹലാലോ അത് വേറെ വിഷയമാണ്. പക്ഷെ സ്ത്രീധനം അത് കുട്ടിക്കുള്ള ധനമാകുമ്പോൾ ആ സ്ത്രീധനം കൊടുക്കുന്ന കുട്ടിക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന സ്ത്രീധനം മലപ്പുറംകാരുടെ സ്ത്രീധനാണ്. ആ സ്ത്രീധനം അല്ല തെക്കൻ കേരളത്തിലെ സ്ത്രീധനം. മലപ്പുറംകാരുടെ സ്ത്രീധനം എന്ന് പറയുമ്പോൾ അത് കിട്ടുന്നത് കൊണ്ട് അവനങ്ങ് പോവാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്നതിന് കൃത്യമായ കണക്കുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ കുട്ടിന്റെ പേരിൽ എഴുതി ഉണ്ടാക്കാൻ നമ്മൾ പറയും. ആ സ്ത്രീധനം കൊണ്ടുണ്ടാകുന്നത് ആ കുട്ടിക്ക് ചെല്ലുന്ന കുടുംബത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാകും, ഒരു പിടി ഉണ്ടാവും. നമ്മൾ ഒറ്റവാക്കി പറഞ്ഞാൽ അത് പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അതെന്താണ് ഇതെന്താണ് തിരിച്ചറിയാത്ത നമ്മുടെ തെക്കൻ മൂല്യന്മാർ വന്ന് പറയുമ്പോഴാണ് സ്ത്രീധനം ഹറാമായിട്ട് മാറുന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് വേറെ വിഷയം. അതായത് നമ്മൾ നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തേ പറ്റൂ, ചെയ്യണം, നിങ്ങളുടെ ബാധ്യതയാണ്. കണ്ടവനെ തിന്നോണ്ട് പോകാൻ വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്തു വെക്കണം, നിങ്ങളുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ അതേ മക്കളെ ഓർത്ത് നമ്മൾ എല്ലാവരും ദുഃഖിക്കേണ്ടി വരും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഉസ്താദന്മാർക്ക് പ്രസംഗിക്കാനൊക്കെ ഒരുപാട് വിഷയങ്ങൾ നാട്ടിലുണ്ട്. കയ്യടി കിട്ടുന്ന വർത്തമാനങ്ങൾ പറയാൻ ഒരുപാട് ആളെ കിട്ടും. നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. മുന്നോട്ട് പോകുന്ന ലോകത്ത് ഒരുപാട് ബാധ്യതകൾ നമുക്ക് ഇനിയും ഉണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ജീവിതത്തിലാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തും സംഭവിക്കാം. എല്ലാം അറിയാമെന്ന് പറയുന്ന നമുക്ക് പോലും പലപ്പോഴും സംഭവിക്കാവുന്ന ഒരുപാട് തെറ്റുകൾ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഈ നീതി പുലർത്തുക എന്നുള്ളത് അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മക്കൾക്ക് നമ്മളോട് ദേഷ്യമുണ്ടാകും. മക്കൾ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്നത് എപ്പോഴാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അത് നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് വാപ്പയോട് നിർത്തി പറഞ്ഞത്? വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ എപ്പോഴായിരിക്കും ആദ്യമായി വാപ്പയോട് ഒന്ന് തർക്കുത്തരം പറഞ്ഞത്? ഓർമ്മയുണ്ടാവും ചിലർക്കെങ്കിലും. എന്തിനാ നമ്മൾ നമ്മുടെ വാപ്പയോട് തർക്കുത്തരം പറഞ്ഞത്? അവിടെ തെറ്റ് നമ്മുടെ ഭാഗത്തായിരുന്നോ വാപ്പയുടെ ഭാഗത്തായിരുന്നോ? ഉമ്മയോട് നമ്മൾ കയർത്തിട്ടുണ്ട്, എന്തിനായിരുന്നു അത്? ഒരു കുട്ടീന്റെ ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മകളെ കുറിച്ച് ഒരുപാട് പരാതി പറഞ്ഞ ഒരു ഉമ്മയോട് ഒരു കൗൺസിലിംഗ് എടുക്കൽ വന്നതാണ്. എപ്പോഴും ഒരു കൗൺസിലർ എടുക്കൽ വന്നപ്പോൾ ആ കൗൺസിലറോട് പറയുന്നതെല്ലാം കുട്ടിയെ കുറിച്ച് പരാതി. ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ കുറിച്ചുള്ള പരാതിയാണ്. പരാതി പറഞ്ഞ് എത്ര പറഞ്ഞിട്ടും തീരുന്നില്ല ഉമ്മയുടെ പരാതി. അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഉമ്മയോട് ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം ആ മകളായിട്ടൊന്ന് അഭിനയിക്കാൻ പറഞ്ഞു. നിങ്ങൾ കുറച്ചു നേരം മകളായിട്ടും മകളെ ഉമ്മയായിട്ടും ഒന്ന് സങ്കല്പിക്കും. എന്നിട്ട് ഇന്ന് രാവിലെ മുതൽ നടന്ന സംഭവങ്ങള് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് വന്ന സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ആവർത്തിക്കുക. അവിടെ നിങ്ങൾ മകളും ആ കുട്ടി ഉമ്മയുമാണ് എങ്കിൽ അങ്ങനെ അവരെ കുറെ നേരം കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് പിന്നെ അവരങ്ങോട്ട് കരയാൻ തുടങ്ങിയത്. കാരണം രാവിലെ
ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന സമയത്ത് എണീക്കാൻ അല്പം വൈകി ചെന്ന് വിളിക്കുന്നത് തന്നെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ആദ്യം ചെന്നിരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കേൾക്കണ വാക്ക് ഇതാണ്, പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. അത് കേട്ടോണ്ടാ രാവിലെ എണീക്കുന്നതന്നെ. പിന്നെ അങ്ങോട്ട് തുടങ്ങും നമ്മുടെ വർത്തമാനങ്ങൾ. ഇതിങ്ങനെ കേൾക്കുകയാണ്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഈ കുട്ടിക്ക് ഉമ്മയോട് സ്നേഹം വേണം, ഉമ്മ പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് ആ കുട്ടിയോട് പറഞ്ഞാൽ നിങ്ങളാണ് അനുസരിക്കുമോ? നമ്മൾ ചിന്തിച്ചു നോക്കാൻ തിരിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഒരുപാട് പരാതിയുണ്ട്. ആ മക്കളുടെ സ്ഥാനത്ത് നിന്ന് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് ചിന്തിക്കുക. എന്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു, നല്ലൊരു കുട്ടിയാണ്, എന്നാൽ പഠിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മുഖാട്ടിരിക്കുന്ന ഞാൻ ചോദിച്ചു എന്തേ പ്രശ്നം? ഉമ്മ എന്നെ എപ്പോഴും അങ്ങ് വഴക്ക് പറയും. എന്തിനാ? ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞു, മോള് കാര്യം ചെയ്യണം, ഉമ്മയോട് പറയുന്നതെല്ലാം കേട്ട് നിൽക്കുക. തല്ലാണെങ്കിൽ തല്ലും കൊള്ളുക, ഒന്നും പറയരുത്. എല്ലാം കഴിയുമ്പോൾ ഉമ്മ കുഴഞ്ഞിട്ടൊരു നിൽപ്പുണ്ടല്ലോ, ആ സമയത്ത് ഉമ്മയോട് തിരിച്ചു വെക്കണം, ഉമ്മ ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയത്? ഉമ്മ എന്തിനാ എന്നെ തല്ലിയത്? അപ്പൊ ചിലപ്പോ ഒരു കാരണം പറയും. അപ്പൊ ഉമ്മയോട് തിരിച്ചു വയ്ക്കാം, ഉമ്മയ്ക്ക് എന്നോട് ആ കാര്യം നല്ല രീതിയിൽ പറഞ്ഞാൽ പോരെ, ഞാൻ അങ്ങനെ ചെയ്യൂലേ എന്ന് ഒറ്റ പ്രാവശ്യം ഈ കുട്ടി തിരിച്ചു ചോദിച്ചാ പിന്നെ ഈ ഉമ്മയ്ക്ക് തല്ലണമെങ്കിൽ 4 പ്രാവശ്യം ആലോചിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ആ കുട്ടിയോട് പറയാനുള്ള, നമ്മുടെ മക്കളോട് പറയാനുള്ള കാര്യങ്ങള് സ്നേഹത്തോടെ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ഈ പറയുന്ന സ്വഭാവത്തിലേക്ക് പോവില്ല. നിങ്ങളിത് ശ്രമിച്ചു നോക്കൂ, കൃത്യമായി ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ. നമ്മൾ അവരെ ചീത്ത പറയുന്നതിന് പകരം, രാവിലെ വിളിച്ചുണർത്തുന്ന ഉറക്കപ്പായിൽ നിന്ന് തന്നെ അവരിങ്ങനെ കുറ്റം പറഞ്ഞ് എണീപ്പിക്കുന്നതിന് പകരം അവരോട് നല്ല രീതിയിൽ ഒരു സലാം പറഞ്ഞ് എണീപ്പിച്ചിട്ട് വിളിച്ചുണർത്തിട്ട് അസ്സലാമു അലൈക്കും, എണീക്കും മോനെ, നിസ്കരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ നിസ്കാരത്തിൽ കൊണ്ടുപോയി അവരാരും നല്ല രീതിയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി നോക്കി. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ മക്കൾ മാറും. നിങ്ങൾ മാറാത്തിടത്തോളം നിങ്ങളുടെ മക്കൾ മാറൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകാൻ തീരുമാനിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹജ്ജിന്റെ നാളുകളിൽ നമുക്ക് ഓർക്കാനുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുമാണ്. കഥകളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്കറിയാത്ത കഥകളൊന്നും നമ്മുടെ അടുക്കലില്ല. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ കഅബാലയത്തിന്റെ ചുറ്റുമാണ്. ആ കഅബാലയം നിർമ്മിക്കാൻ അള്ളാഹു പറഞ്ഞപ്പോ ആരോടെ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് പറയും. ഇബ്രാഹിം നബി എന്താ ചെയ്ത്? സ്വന്തമായിട്ട് പോയിട്ട് അങ്ങോട്ട് കഅബ നിർമ്മിക്കുകയല്ല ചെയ്തു. മോനെ വിളിച്ചു, മോനെ നമുക്ക് കഅബ നിർമ്മിക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ്. കഅബ നിർമ്മിക്കാൻ പോയി. 2 പേരും കൂടി കഅബ പടുത്തുയർത്തി. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. അവ 2 പേരും കൂടി കഅബാലയം പടുത്തുയർത്തി. എന്നിട്ടോ 2 പേരും കൂടി കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസിക്കനാ. ഇങ്ങനെ അങ്ങോട്ട് കിടക്കണം ആയത്തുകൾ ഇഷ്ടം പോലെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ രീതി നമ്മൾ കാണുന്ന ഹജ്ജിന്റെ ഓർമ്മകൾ ഒരു വാപ്പയും ഉമ്മയും മോനുമാണ് നമ്മുടെ കഥ. കഅബാലയത്തിന്റെ അല്ലെങ്കിൽ ഹജ്ജിന്റെ ഓർമ്മ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ പിതാവിന്റെ റോള്, ഉമ്മയുടെ റോള്, മകനെ വളർത്തുന്ന ഉമ്മയുടെ റോള്, വാപ്പ കൊണ്ടു നടക്കുന്ന മകന്റെ റോള്, ഇങ്ങനെ ഒരുപാട് റോളുകളുണ്ട് അവിടെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കഥകളാണ്, നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ റോള് ഒരുപാട് കാലം കാത്തിരുന്നിട്ട് കിട്ടുന്ന കുട്ടിയാണ്, നമുക്കറിയാം. പിന്നെ നമ്മൾ സാധാരണ പറയാറുള്ള കഥ ബലിയെറുക്കാൻ പറയുന്ന സമയത്തുള്ള കഥയാണ്. ആ പറയുന്ന കഥയുടെ സമയത്ത് ആ കുട്ടി നമ്മളോട് അല്ലെങ്കിൽ പിതാവിനോട് പറയുന്ന മറുപടി എന്താണ്? അള്ളാഹ് അങ്ങയോട് കൽപ്പിച്ചത് അതങ്ങ് ചെയ്യാം. എന്താണോ കൽപ്പിച്ചത് അതങ്ങ് ചെയ്യാം. സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമാശീലന്മാരുടെ കൂട്ടത്തിൽ എന്നെ അങ്ങക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ വാപ്പയ്ക്ക് എന്താ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തോളൂ, ഞാൻ റെഡിയാണ് എന്നാണ്.
അങ്ങനെ വാപ്പ ആ രീതിയിലാണ് മകനെ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ നോക്കുക, അങ്ങനെ ഒരു കൽപ്പന വരുമ്പോഴും മകനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, എന്താ പറയുന്നത്? ഇന്നി അറാബിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ സ്നേഹത്തോടെ മോനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറയാണ്, ഇന്നി അറാബിൽ മനാമി, മോനെ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, നിന്നെ ഞാൻ അറക്കുന്നതായിട്ട്. നിന്റെ അഭിപ്രായം എന്താണ്? കൊല്ലാൻ പോവാണെന്ന് പറയുന്ന രീതിയാണ് ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. മോനെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാ കേട്ടോ എന്ന് പറയുന്നതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മോനെ പിടിച്ചടുത്തിരുത്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ, നിന്നെ അറക്കണമെന്നാണ് സ്വപ്നം, നീ എന്ത് പറയുന്നു? നീ ചിന്തിച്ചു നോക്കിയാ, നമുക്ക് എങ്ങാണ് നമ്മുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മോനെ നിന്നെ ഞാനിങ്ങനെ ചെയ്യാൻ പോവാന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ? അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതി ആണെങ്കിൽ പോലും നമ്മളുടെ മക്കളെ പിടിച്ചടുത്തിരുത്തിട്ട് സ്നേഹത്തോടു കൂടി അവന്റെ ചെവിയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ മകൻ പറയും, ബാപ്പയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്ത കുഴപ്പമില്ല. എന്താണെന്നറിയോ? അതെന്റെ വാപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവന് തോന്നുന്നത് കൊണ്ടാണ്. എന്റെ വാപ്പയ്ക്ക് എന്നെ അറുക്കാൻ മാനസികമായി തയ്യാറല്ല എന്ന തിരിച്ചറിവ് മകന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ വർത്തമാനത്തിൽ നിന്ന്. അതുകൊണ്ടാ വാപ്പ വിഷമിക്കണ്ട, അല്ലാഹ് എന്താ പറഞ്ഞത് ചെയ്തു. അങ്ങനെ പറയാൻ നമുക്ക് പോലും പറ്റൂല. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ഇസ്മായിൽമാരെ കിട്ടും. അതല്ല എപ്പോഴും നമ്മളിങ്ങനെ അടിച്ചും പിടിച്ചും മക്കളെ നന്നാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികമല്ല. എന്തിനാ ഈ കഥകളൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്? അത് പറയാൻ വേണ്ടി മാത്രമല്ല. ആ സ്വന്തം മകനെ പിടിച്ചടുത്തിരുത്തിട്ട് ഇതേ രീതിയിൽ അവന്റെ ചെവിയിൽ ഓതി കൊടുക്കുകയാണ്, മോനെ നിന്നെ ഞാൻ അറക്കാൻ പോവാണ്. അപ്പോഴും ആ മകന് ദേഷ്യമില്ല വാപ്പയോട്, മകന് പിണക്കമില്ല വാപ്പയോട്. എന്തുകൊണ്ടാ? അവനറിയാം ആ വർത്തമാനത്തിൽ തന്നെ ഉണ്ട് വാപ്പയുടെ വിഷമം. ആ വിഷമം വാപ്പയുടെ കണ്ണുകളിൽ തിരിച്ചറിയുന്ന പിതാവിനോട് ആ മകൻ പറയുന്നതാണ്, വഫൽ മാതാ തുമർ, എന്താ കൽപ്പിച്ച അതിന് ചെയ്ത കുഴപ്പമില്ല, സതജിനി ഇൻഷാ അല്ലാഹു മിന സാബിരി, ഞാൻ ക്ഷമിച്ചോളാം, ഇത് അല്ലാഹുവിന്റെ തീരുമാനമല്ലേ. ഇനിയുണ്ടല്ലോ അതുപോലെ കുടുംബ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സമയമില്ല. ഹാജറ റളിയല്ലാഹു അൻഹയുടെ കഥ, ആ കഥയിൽ അത് തന്നെയാണ് ഒരു കുടുംബം. ഒക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടു കൂടി കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബത്തിലുള്ളവർ പരസ്പരം മനസ്സിലാക്കി ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ആഡംബരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അടിച്ചുപൊളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതവും അല്ലെങ്കിൽ ജീവിത അഭിനയവും ഒക്കെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന, അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാറാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള അറിവും വിവരവും വിവേകവും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും. അതിന്റെ അനന്തരഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് ചിലതൊക്കെ. പടച്ച തമ്പുരാൻ അതെല്ലാം നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്നെല്ലാം മാറി നിന്ന് സന്മാർഗത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله.